നമസ്കാരം. തെന്നാലി രാമൻ കഥകളിലെ 27ാമത്തെ കഥ. രാമ, എന്താണ് നിങ്ങളുടെ മുഖം വാടിയിരിക്കുന്നത്? തിരുമേനി, എനിക്ക് വലിയ മനോവിഷമമുണ്ട്. എന്ത് മനോവിഷമം? എൻ്റെ വൈദ്യൻ എന്നെ പരിശോധിച്ചിട്ട് ഒരു വിവരം അറിയിച്ചു. എനിക്ക് ഭയങ്കരമായ ഒരു രോഗം ബാധിച്ചിരിക്കുകയാണ് പോലും. രക്ഷപ്പെടാൻ യാതൊരു മാർഗവുമില്ലത്രേ. എൻ്റെ കാലം കഴിഞ്ഞാൽ ഭാര്യയെയും മകനെയും ആര് നോക്കും? അതാലോചിക്കുമ്പോൾ സഹിക്കാൻ സാധിക്കുന്നില്ല. രാമ, നിങ്ങൾ വെറുതെ ആലോചിച്ച് ദുഃഖിക്കരുത്. വൈദ്യൻ പറയുന്നതെല്ലാം ശരിയാവണമെന്നില്ല. ഈ വൈദ്യൻ ഇന്നോളം ഒന്നും തെറ്റിയിട്ടില്ല തിരുമേനി. ഇനി നിങ്ങൾ മരിക്കുന്നു എന്ന് വെക്കൂ, നിങ്ങളുടെ കുടുംബം അനാഥമാവുകയൊന്നുമില്ല. അവരെ സംരക്ഷിക്കാൻ ആളുണ്ടാവും. ഏതാള് തിരുമേനി? ഞാൻ തന്നെ. ഒരു കാര്യം പറഞ്ഞാൽ പരിഭവിക്കരുത്. ഞാൻ പരിഭവിക്കയില്ല രാമ. തിരുമേനി, അവിടുന്ന് ആ ചൊല്ല് കേട്ടിരിക്കും, രാജാക്കന്മാരെ വിശ്വസിക്കരുതെന്ന്. ചില രാജാക്കന്മാരെ സംബന്ധിച്ച് ആ ചൊല്ല് ശരിയായിരിക്കാം, പക്ഷേ എന്നെ സംബന്ധിച്ച് അത് തെറ്റാണ്. ഞാൻ തീർച്ചയായും നിങ്ങളുടെ കുടുംബത്തെ സംരക്ഷിക്കും. രാമൻ വിശ്വസിച്ചതായി ഭാവിച്ചു. ചില ദിവസങ്ങൾ കഴിഞ്ഞു. ഒരു വർത്തമാനം നാട്ടിലാകെ പ്രചരിച്ചു. തെന്നാലി രാമൻ മരിച്ചുപോയി. എല്ലാവരും അത് വിശ്വസിച്ചു. കഷ്ടമായി പോയി. വാസ്തവത്തിൽ രാമൻ മരിച്ചൊന്നുമില്ല. ഒരു കുസൃതി പ്രയോഗിക്കുകയാണ് ചെയ്തത്. താൻ മരിച്ചെന്ന കള്ള വാർത്ത പരത്തിയതും അയാൾ തന്നെ. അയാൾ ഒരു വലിയ പെട്ടി ഒഴിച്ച് അതിൽ കയറി കിടപ്പായി. പണമിട്ട് പൂട്ടുന്ന പെട്ടിയാണത്. എന്നിട്ട് ഭാര്യയ്ക്കൊരു നിർദ്ദേശം നൽകി. നോക്ക്, ചക്രവർത്തിയുടെ ആൾക്കാർ വരാനിടയുണ്ട്. ഈ പെട്ടി വേണമെന്ന് അവർ പറയും. ഇതങ്ങ് കൊടുത്തേക്കണം. പെട്ടിയുടെ താക്കോൽ കയ്യിലുണ്ടല്ലോ. നീ ആദ്യം ഞാൻ കിടക്കുന്ന പെട്ടി പൂട്ടണം. അവർ വന്നാൽ താക്കോൽ മുദ്ര വെച്ചിട്ട് അവർക്ക് കൊടുക്കണം. ചക്രവർത്തിയുടെ സേവകന്മാരിൽ ചിലർക്ക് സന്തോഷമായി. രാജവിദൂഷകനെ കൊണ്ട് പൊറുതി മുട്ടിയവരാണ് അക്കൂട്ടർ. അയാൾ മരിച്ചതോടെ അവരുടെ സൊല്ല തീർന്നു. ഒരു ദുർബോധനം കൂടി അവർ ചെയ്യാതിരുന്നില്ല. അവർ ചക്രവർത്തിയോട് ചിലത് പറഞ്ഞു. രാമൻ വളരെയേറെ പണം സമ്പാദിച്ചിട്ടുണ്ട്. അധികവും അന്യായമായി സമ്പാദിച്ചതാണ്. എല്ലാം അയാൾ വലിയൊരു പെട്ടിയിൽ പൂട്ടി വച്ചിരിക്കുകയാണ്. ആ പണം ചക്രവർത്തി എടുക്കുന്നത് നന്നായിരിക്കും. ചക്രവർത്തി അവരുടെ ദുർബോധനയ്ക്ക് വഴങ്ങുക തന്നെ ചെയ്തു. രാമന്റെ പണപ്പെട്ടി കൊണ്ടുവരാൻ അദ്ദേഹം ആളുകളെ നിയോഗിച്ചു. അവർ രാമന്റെ വീട്ടിൽ ചെന്ന് പണപ്പെട്ടി വഹിച്ച് കൊട്ടാരത്തിൽ കൊണ്ടുചെന്നു. രാമന്റെ ഭാര്യയുടെ പക്കൽ നിന്ന് കിട്ടിയ മുദ്ര വെച്ച താക്കോൽ ചക്രവർത്തിക്ക് നൽകി. സേവകന്മാർ പെട്ടിക്ക് ചുറ്റും കൂടി നിന്നു. അവരുടെ ഭാവങ്ങളിൽ ആകാംക്ഷ പ്രതിഫലിച്ചിരുന്നു. രാമന്റെ സമ്പാദ്യം മുഴുവൻ ഇപ്പോൾ കാണാം. ചക്രവർത്തി താക്കോലെടുത്ത് പെട്ടി തുറന്നു. അതാ പെട്ടിക്കകത്ത് നിന്ന് രാമൻ പുഞ്ചിരി തൂകിക്കൊണ്ട് എഴുന്നേറ്റ് വരുന്നു. കണ്ടു നിന്നവരുടെ കണ്ണു തള്ളി, കൂട്ടത്തിൽ ചക്രവർത്തിയുടെയും. ഓഹോ, നിങ്ങൾ മരിച്ചില്ല അല്ലേ? അദ്ദേഹം ചോദിച്ചു. മരിച്ചവർ എഴുന്നേറ്റ് വരുമാറില്ലല്ലോ തിരുമേനി. രാമൻ ഉത്തരം നൽകി. എല്ലാവരും മൗനം ഭജിച്ചു. രാമൻ പറഞ്ഞു നിർത്തി. തിരുമേനി, ഞാൻ മുമ്പൊരു ചൊല്ല് ഉദ്ധരിക്കുകയുണ്ടായി. രാജാക്കന്മാരെ വിശ്വസിക്കരുതെന്ന്. ആ ചൊല്ല് ഇപ്പോൾ ശരിയായി. അവിടുത്തെ പോലുള്ള രാജാവിനെ എൻ്റെ കുടുംബത്തിൻ്റെ സംരക്ഷകനാക്കുക. ആ സമാധാനത്തോടു കൂടി മരിക്കുക. എന്തൊരബദ്ധമാകുമായിരുന്നു. നന്ദി.